അയ്യയ്യേ, എന്തൊരു ഈച്ചകളാണിവിടെ. നശിച്ച ഈച്ചകളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അല്ല, ഇതിനെല്ലാം കൂടി ഒറ്റയടിക്ക് തല്ലിക്കൊന്ന് തോട്ടിലെറിയാൻ സത്യമായിട്ടും. എന്തുട്ടായി കാണിക്കുന്നു? ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവികളെ അപമാനിക്കുന്നു. ഈച്ചകളെ തോട്ടിക്കളയാണ്. ഈച്ചകൾ എത്ര പുണ്യപ്രവൃത്തികളാ ചെയ്യുന്നത് അറിയാമോ? ഒറ്റ ഈച്ച മതി നിന്റെ എല്ലാ അസുഖങ്ങളും മാറ്റാൻ. ഇത്ര വ്യക്തമായി വെളുപ്പിക്കൽ ദൂതന്മാരെ അയച്ചിട്ടും നീ അത് മനസ്സിലാക്കില്ലേ? വെളുപ്പിക്കൽ ദൂതന്മാരെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? എം അക്ബറും മുഹമ്മദ് ഈസയും അങ്ങനെ എത്രയോ പേര് നമ്മൾ അയച്ചിട്ടുണ്ട്. ഈച്ചയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് നാം അവരിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? കേട്ടു നോക്കൊന്നും കൂടി എന്ന് വിചാരിക്കുന്ന വിഷയത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശം. ഇനി ആ നിർദ്ദേശത്തിൽ കാലിലാണോ ചിറകിലാണോ പ്രശ്നം എന്നാണ്. യഥാർത്ഥത്തിൽ വൃത്തികെട്ട സാധനത്തിൽ ഈച്ച പോയിരിക്കുന്നു എന്ന് പറയുന്നത് മലത്തെക്കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ ഈച്ചയുടെ ശരീരത്തിൽ വരുന്ന ബാക്ടീരിയകൾ അത് പോയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മലത്തിൽ മാത്രമല്ല മറ്റെന്തിൽ നിന്നാണെങ്കിൽ ഈച്ച ചീഞ്ഞ ഏത് വസ്തുവിനും പോയിരിക്കും. ആ ബാക്ടീരിയകൾ ഈച്ചയുടെ ശരീരത്തിൽ എവിടെയും ഉണ്ടാകും. ഈ ശരീരത്തിൽ ഈച്ചന്റെ ശരീരം എന്നുള്ളത് ടോട്ടല് നമ്മൾ നോക്കിയാൽ എന്താണ്? ആന്റെ മാതിരി തുമ്പിക്കൈ വേറെയും വാല് വേറെയും ചെവി വേറെയും കാണുന്ന രൂപത്തിലല്ല. ഈച്ചന്റെ മൊത്തത്തിലുള്ള ശരീരം ഏതൊരാൾക്കും അറിയാം, ചിറക് മാത്രമേ അതിലുള്ളൂ. കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ആൾക്ക് ഈച്ചയുടെ ചിറക് മാത്രമേ ഉള്ളൂ. ഈച്ച നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. ആ ചിറകിന്റെ ഉള്ളിലാണ് ഈച്ചയുടെ കാലുള്ളത്, ഈച്ചന്റെ തലയുള്ളത്. എല്ലാം ഈ ചിറകിന്റെ ഉള്ളിൽ ഏകദേശം ഒരു ത്രികോണാകൃതിയിൽ. ഈ ഈച്ചയുടെ ശരീരത്തിൽ രോഗാണു ഉള്ളതുപോലെ തന്നെ രോഗാണുവിനെ നശിപ്പിക്കാനുള്ള സാധനവുമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹലോ മൈക്ക് ചെക്ക്. ബഹുമാന്യരായ നാട്ടുകാരെ, 1500 വർഷങ്ങൾക്ക് മുമ്പേ വന്ന ലോകത്തിന്റെ കാരുണ്യവും മാതൃക പുരുഷനുമായ നമ്മുടെ മുത്തുനബി വെളിപ്പെടുത്തിയ ഈച്ചശാസ്ത്രം മദ്രാസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സത്യമാണ് എന്ന് തെളിയിച്ച വേളയിൽ ഷെയ്ഖ് സുലൈമാനി അക്ബർ ഉസ്താദ് അവർകൾ ഇന്ന് വൈകിട്ട് മണിനീച്ച റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം കട്രീന മുക്കിൽ നിർവഹിക്കുന്നതാണ്. പരിപാടിയിൽ കടന്നു വരുന്ന എല്ലാവർക്കും ഈച്ച വാക്സിൻ, ഈച്ച ചായപ്പൊടി, ഈച്ച കഷായം, ഈച്ച ആന്റിബയോട്ടിക് അടങ്ങുന്ന 5000 രൂപ വിലയുള്ള ഒരു പാക്ക് 1300 രൂപയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ്. അതുകൂടാതെ ഈച്ചയുടെ ഏത് ചിറകിലാണ് ഔഷധം എന്ന് പറയുന്ന 10 പേർക്ക് 25 ആഫ്രിക്കൻ ഈച്ചകളെ സമ്മാനമായി നൽകുന്നതാണ്.